നമസ്കാരം, ചന്ദ്രലേഖയിലേക്ക് സ്വാഗതം. നമ്മൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും നമ്മളിൽ ആദ്യം വേണ്ടത് നമ്മളിൽ തന്നെയുള്ള വിശ്വാസമാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പാതി ദൂരം പിന്നിട്ടു എന്ന് തന്നെ പറയാം. ചന്ദ്രലേഖയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മൂന്ന് മാരിനേഷനാണ് നമ്മൾ തന്നിരിക്കുന്നത്. എല്ലാവർക്കും സുഖമായിട്ട് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. കൊച്ചിൻ്റെ പ്ലേഫുൾനെസ് ആണ്, കൊച്ചിൻ്റെ കളിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൊച്ച് പ്ലേഫുൾ അല്ല. കൊച്ച് നമ്മൾ ഒരു കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കുന്നു, ഒരു ലൈറ്റുള്ളൊരു കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കുന്നു, അതിനൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം കൊച്ചിന് മറ്റൊരു വൈകല്യം എന്നുള്ള കാര്യം. നമ്മൾ ഒരുപാട് പച്ചക്കറികളൊക്കെ വാങ്ങി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ അത് സെപ്പറേറ്റ് പാക്കിലായി വെച്ചാൽ ഒരുപാട് നാളതിരിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ ഫ്രിഡ്ജ് വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. ഇതെല്ലാവരും ട്രൈ ചെയ്യുക. നമുക്കൊരു കുക്കറി സെഗ്മെൻറ്റ് കാണാം. Hi viewers, I am ശ്രീനാഥ്, ബോൾഗാട്ടി പാലസ് KTDC എറണാകുളത്തിലെ ഷെഫാണ് ഞാൻ. സാധാരണ ഇപ്പോൾ നമ്മളെ കുക്കറി ഷോസിൽ ഉണ്ടാവാറുണ്ട്. ഭയങ്കര എന്താ പറയുക, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഉണ്ടാക്കി വരികയാണ്. ഇപ്പോൾ മേ ബി ഞാൻ തന്നെ 2-3 പ്രാവശ്യം കുറച്ചും കൂടെ കോംപ്ലിക്കേഷൻ ഉള്ള സാധനങ്ങളാണ് തരുന്നത്. അപ്പോൾ ഇത്തവണ ഞാൻ ട്രാക്കിൽ നിന്ന് മാറി പുതിയൊരു രീതിയിലാണ്. കാരണം എല്ലാവരുടെ വീടുകളിലും പൊതുവേ നല്ലൊരു ശതമാനം മലയാളികളുടെ വീട്ടിലും മീനൊക്കെ പൊരിക്കാറുണ്ട്, അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ യൂസ് ചെയ്യാറുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ പലരുടെയും ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ മീൻ കേരളത്തിൽ ഒരുപാട് അവൈലബിൾ ആണ്. പക്ഷേ അതിലിടുന്ന മാരിനേഷൻ, അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ ഫ്ലേവർ, അത് നമ്മളെ ബോഡിയെ എങ്ങനെ ബാധിക്കുന്നു, നമ്മളെ ടേസ്റ്റിനെ എങ്ങനെ ഇതാക്കുന്നു, അവിടെയാണ്. അതായത് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. നല്ല ഭക്ഷണം കൊടുത്താൽ അയാളുടെ മുഖം നോക്കിയാൽ ഒരു പോസിറ്റീവ് വരാറുണ്ട്, മോശമാണെങ്കിലോ നേരെ തിരിച്ച് സംഭവിക്കാറുണ്ട്. അപ്പോൾ ഞാൻ തുടങ്ങുകയായി ഇതിൻ്റെ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞതുപോലെ നമുക്കിന്നൊരു സീ ഫുഡിൻ്റെ, അതായത് സീ ഫുഡല്ല, ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നതിന് ഒരു 3 ടൈപ്പ് ഓഫ് മസാല ഞാൻ ഇതിൽ നമുക്ക് ഷെയർ ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ ഫിഷ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഫിഷ് വാങ്ങുക എന്നതും വലിയൊരു സംഗതിയാണ്. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഫിഷ് സിയർ ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കോഴിക്കോട് ആണ് എൻ്റെ സ്വദേശം. ഞങ്ങളുടെ നാട്ടിൽ ഐക്കൂറ എന്ന് പറയുന്നു, നെയ്മീൻ എന്ന് കുറേ പേര് പറയുന്നുണ്ട്, നോർത്ത് ഇന്ത്യൻസിൽ പോയ സുറുമി എന്ന് പറയുന്നുണ്ട്, കിങ് ഫിഷ് എന്ന് പറയുന്നുണ്ട്, ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ സൈഡിലേക്ക്, മലബാർ അല്ലെങ്കിൽ ഡൗൺ സൈഡ് ഓഫ് ഇന്ത്യയിലേക്കാണ് കൂടുതലായിട്ടും ഈ ഫിഷ് കൺസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആദ്യം ഞാൻ ഇതിൻ്റെ 3 മാരിനേഷൻസാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് വരാം. ഫിഷ് ഫ്രൈ ഇതിനെല്ലാം ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങൾ ഒന്ന് ജിഞ്ചർ, ഗാർലിക്, അതായത് പുളി വരുത്താൻ വേണ്ടിയിട്ട് നാരങ്ങയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കുടംപുളി യൂസ് ചെയ്യാറുണ്ട്, വാളംപുളി യൂസ് ചെയ്യാറുണ്ട്, ഇലിമ്പിപ്പിളി യൂസ് ചെയ്യാറുണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് മനസ്സിലാക്കാന്ന് വെച്ചാൽ പുളി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് സീ ഫുഡ് കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ. ഒന്നത്. രണ്ടാമത്തത്, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ടേസ്റ്റാണ് എരിവും പുളിയുള്ള സാധനങ്ങൾ. അപ്പം എരിവും ഈ പറഞ്ഞ മാതിരി തന്നെ പല രീതികളിൽ നമുക്ക് എരിവുകൾ കിട്ടാറുണ്ട്. മുളക് പൊടി, അതായത് ചുവന്ന മുളക് പൊടിച്ചിട്ടുള്ള മുളക് പൊടിയുടെ എരിവുണ്ടാവാം, പച്ചമുളക് അരച്ചിട്ടുള്ള എരിവ് ഉണ്ടാവാം, പെപ്പർ അരച്ചിട്ടുള്ള, അതായത് കുരുമുളക് അരച്ചിട്ടുള്ള എരിവ് ഉണ്ടാവാം. അങ്ങനെ പല രീതികളിലും പോകുന്നുണ്ട്. അപ്പോൾ ഇതിനെ 3നെയും ബേസ് ചെയ്തിട്ട് ഒരു 3 ഫ്ലേവേഴ്സ് നമുക്ക് ഇന്നിവിടെ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, കേരളത്തിൽ നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന ഒരു നോർമൽ റെഡ് ഫിഷ് ഗ്രേവിയാണ്, മാരിനേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഇൻഗ്രീഡിയൻസ് ആയിട്ടൊന്ന് പരിചയപ്പെടാം. ഓഫ് കോഴ്സ് പറഞ്ഞത് പ്രകാരം ചുവന്ന മുളക് പൊടി, റെഡ്, വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല. മഞ്ഞൾ ഒരു എസെൻഷ്യൽ പാർട്ടാണ്. ബിക്കോസ് പറഞ്ഞാൽ നമ്മൾ കേരളീസ് യൂസ് ചെയ്യുന്നു, ഹൈലി മെഡിക്കേറ്റഡ് വാല്യൂ ഉള്ളൊരു സാധനമാണ് മഞ്ഞൾ. പല വിഷങ്ങളും കാര്യങ്ങളും എല്ലാം പോകും. ആൻഡ് മോറോവർ അതിൻ്റെ ഒരു ഫ്ലേവറും വേറെ തന്നെയാണ്. പിന്നെ ജിഞ്ചറും ഗാർലിക്കും ചേർന്ന് പേസ്റ്റ് ആക്കിയത്, വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നാക്കിയിട്ട് അതിന് തോലെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് അതിന് പേസ്റ്റ് ആക്കിയത്, പച്ചമുളക് കുറച്ച് അരച്ചതിടുക, പിന്നെ റെഡ് ചില്ലികളിൽ 2 ഉണ്ട്. ഒന്ന് സാധാരണ നോർമൽ ചില്ലി ഉണ്ട്, കാശ്മീരി ചില്ലി ഉണ്ട്. കാശ്മീരി ചില്ലി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എരിവൊന്നും തോന്നിക്കില്ല. പക്ഷേ ഇത് ചെയ്യുന്ന വെച്ചാൽ ദിസ് ഇസ് നാച്ചുറലാണ്.
ഈ റെഡ് കറീൻ്റെ ആ കളർ കിട്ടണമെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ മറ്റേ കെമിക്കൽ കളേഴ്സൊക്കെ ആഡ് ചെയ്യുന്നൊരിതുണ്ട്. പക്ഷെ അതൊരിക്കലും പോകരുത്. കാരണം അതിനുള്ള നാച്ചുറലി സാധനം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നമ്മളുടെ ഒരു സ്പൂണ് ആൻഡ് ഹാഫ് റെഡ് ചില്ലി പൗഡർ ഇട്ടു. രണ്ടാമതുമായി മഞ്ഞൾ, ഞാൻ പറഞ്ഞ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വസ്തുതയാണ്. മഞ്ഞൾ ഇട്ടു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നല്ലോ, ഇതെല്ലാം ഒരു അവിഭാജ്യ ഘടകമാണ് നമ്മളൊരു മലയാളിയുടെ ഒരു കറികൾ ഉണ്ടാക്കുമ്പോൾ. ഇതിന് ബൈൻഡിങ്ങിന് വേണ്ടി കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ബൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കെട്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. കുക്കറിയിൽ ഒരുപാട് കുക്കിംഗ് ഏജൻസ് ഉണ്ട്, ബൈൻഡിങ് ഏജൻസ് ഉണ്ട്, റേസിങ് ഏജൻസ് ഉണ്ട്, അങ്ങനത്തെ ഓരോരോ ഘടകങ്ങളിൽ. അപ്പോൾ അതിലുപോലെ ബൈൻഡിങ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം അല്ലെങ്കിൽ മസാല നമ്മളിൽ പിടിച്ചൊന്നും വരില്ല. കോക്കനട്ട് ഓയിൽ ഞാൻ കുറച്ചും കൂടെ ഒഴിച്ചു. ഇനി അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് എഗ്ഗിൻ്റെ വൈറ്റ് എടുത്തിട്ടുണ്ട്. മാക്സിമം എഗ്ഗിൻ്റെ റെഡ് മീൻസ് യെല്ലോ ഇല്ലാതെ നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വൈറ്റിന് പ്രത്യേകിച്ച് ഇപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കി കാണുക അല്ലാതെ ഇതിപ്പോൾ ഒന്നും അറിയാത്ത ഒരാൾക്ക് കൊടുത്താൽ ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല ആ വൈറ്റിൻ്റെ ഫ്ലേവർ എവിടെയാണ് വരുന്നതെന്നുള്ളത്. എഗ്ഗിൻ്റെ വൈറ്റ് ഞാൻ ചേർത്തു. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുളി, നാരങ്ങ ജ്യൂസ് ചേർത്തു, സോൾട്ട്. ഇനി വേണമെച്ചാൽ കുറച്ച് ടാമറിൻഡ്, നമ്മുടെ വാളംപുളി എന്ന് പറഞ്ഞ സാധനം. ഈ ടാമറിൻഡിൻ്റെ ഏറ്റവും ചില പുളികളിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെറൈറ്റീസ് ഓഫ് പുളികളുണ്ട്. തൈര് ഒരു പുളിക്ക് വേണ്ടി ചേർക്കാവുന്നതാണ്. ഓക്കെ, ഇതിനെ നമ്മൾ മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് റൈസ് പൗഡർ ഞാനിതിൽ ചേർക്കുന്നുണ്ട്. അതും ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് ഫിഷിൻ്റെ മുകളിൽ ഒന്നിക്കൊരു ക്രിസ്പിനെസ് ഫീൽ ചെയ്യാനും. രണ്ടാമത് ഫ്ലോറുകൾ എപ്പോഴും ഈ നേരത്തെ പുറത്തു ബൈൻഡിങ് ആയിരിക്കും. അതായത് നമ്മളുടെ കഷ്ണം വിട്ടാൽ പുറത്തേക്ക് പോവില്ല. അത് അപ്പത്തിൻ്റെ പൊടിയോ കുറച്ച് ചേർത്തു, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുന്നു. ഓക്കെ, ഇത് പറഞ്ഞ പോലെ തന്നെ മിക്സർ കണ്ടോ, ഇതിൻ്റെ കളർ കിട്ടി നമുക്ക് എല്ലാവർക്കും. പിന്നെ ഇനി അടുത്ത പാർട്ട് നമ്മളുടെ ഫിഷാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ സിയർ ഫിഷാണ് എടുത്തിരിക്കുന്നത്. അതിനെ ഇങ്ങനെ കട്ട് ചെയ്യുന്നതിന് ഡാൺ കട്ട് എന്നാണ് നമ്മൾ പറയുക ഹോട്ടൽ ലാംഗ്വേജസിൽ. എന്തായാലും ശരി, മീൻ പൊരിച്ചതിൻ്റെ ഒരു പീസ്. ഈ ഫിഷിൻ്റെ മുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നോർമലി നമ്മൾ ഒരു ബിൽഡിങ്ങോ എന്തെങ്കിലും കോൺക്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിന് മുകളിൽ ടൈൽസ് പതിപ്പിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് പതിപ്പിക്കുന്ന സർഫസ് എപ്പോഴും നമ്മൾ കുറച്ച് പരുവരുത്തതാക്കുന്നു. എന്നാൽ മാത്രമേ അതിനകത്ത് ബാക്കിയുള്ള സാധനങ്ങൾ പിടിക്കുള്ളൂ. സെയിം ലോജിക്ക് ഇത് തന്നെയാണ്. അപ്പോൾ ഇതിനങ്ങനെ ടെൻഡറിങ് അല്ല. ഓക്കെ, നമുക്ക് നമ്മുടെ മസാലയിലേക്ക് കടക്കാം. കരിവേപ്പില ഇടുന്നതിനെ കൊണ്ട് അനാവശ്യമായി ഉണ്ടാവുന്ന കയപ്പോ അങ്ങനത്തെ ഫ്ലേവറൊക്കെ ഇത് പോകുന്നുണ്ട്. അതായത് കരിവേപ്പില എപ്പോഴും പുറത്തേക്ക് ലൈറ്റ് കുക്കാകുമ്പോൾ അതിൻ്റെ സ്വഭാവം വരെ ഒരു മണം തിരിച്ചു തരും. പറഞ്ഞ പോലെ നമ്മൾ റെഡ് കറിയുടെ മീൻസ് അതല്ല റെഡ് മാരിനേഷൻ സാധാരണ കിട്ടുന്ന ഒരു മാരിനേഷൻ ആക്കി. ഇനി ഇതിനിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉടനെ എടുത്ത് നമ്മളിതിനെ ഫ്രൈ ചെയ്യരുത്. കുറച്ച് നേരം അതിൽ രണ്ടിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ ചേർത്ത മസാലയും ഈ ഫിഷും തമ്മിൽ. അപ്പോൾ അതിനെ കുറച്ചും കൂടെ സോക്കായിട്ട് മീറ്റിലേക്ക് കയറട്ടെ. ഒരു ഡീപ്പ് ഫ്രീസർ അല്ല, സാധാരണ ഒരു ഫ്രിഡ്ജിൻ്റെ അകത്ത് ഒരു 4 അല്ലെങ്കിൽ വേണ്ട ഒരു 0 ഡിഗ്രിയോ അല്ലെങ്കിൽ ഒരു 3 ഡിഗ്രി വരെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫ്രിഡ്ജിൻ്റെ അകത്ത് ഒരു അരമണിക്കൂർ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. പിന്നെ അതുമില്ല, അത് തണുക്കുമ്പോൾ അതിനകത്ത് എക്സസ് വാട്ടർ കാര്യങ്ങളുണ്ടാവും. അതിനെ നമുക്ക് അങ്ങോട്ട് കുറച്ച് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ റെഡ് മാരിനേഷൻ കൊടുത്തിട്ടുള്ള ഫിഷ് നമ്മൾ ഫ്രീസറിൽ വെച്ചു. അറൗണ്ട് ഒരു ½ an hour അത് നമ്മളതൊന്ന് കൂളാക്കി വെക്കുക. അപ്പോൾ അതിന് നേരത്തെ പറഞ്ഞ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻസ് ഒക്കെ കുറയുക. ഇനി നമുക്ക് അടുത്ത ഒരു മസാലയിലേക്ക് പോവാം. ഇത് വെച്ചാൽ ഏറ്റവും സിമ്പിളാണ്, പക്ഷേ ഏറ്റവും നല്ലതുമാണ് ബോഡിക്ക് ഓൾസോ. അതിൻ്റെ ടേസ്റ്റും അതെ. കാരണം ഒരു കോംപ്ലിക്കേഷൻ ഇല്ല. വായിൽ പുതിയ എൻസൈംസോ സൊലേവിയോ ഒന്നും ഉണ്ടാക്കേണ്ട കാര്യം വരില്ല. നോർമലി നമ്മൾ നാവിൽ ഉണ്ടായിരിക്കുന്ന ആ ടേസ്റ്റാണ്. അത് വെച്ചാൽ മഞ്ഞൾപ്പൊടി ഇട്ടില്ല ഒരു മസാല. ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞ പോലെ തന്നെ മഞ്ഞൾപ്പൊടി. ഞാനിതിൽ ഓരോ ഇൻഗ്രീഡിയൻറ്റിൻ്റെ പ്രത്യേകതകളും ഇത് തന്നെയാണ്. മഞ്ഞൾപ്പൊടി കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യം അതായിരുന്നു. ഇത് വിഷാംശത്തെ ഒരുപാട് തരണം ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തേതായിരിക്കുന്ന പെപ്പർ, കുരുമുളക്.
ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ബ്ലാക്ക് ഗോൾഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സാധനമായിരുന്നത്. അറബികളെല്ലാം നമ്മുടെ നാട്ടിൽ ഇത് വാങ്ങാൻ വന്നിട്ടുണ്ട് ഒരുപാട്. പറഞ്ഞ പോലെ അല്പം കോക്കനട്ട് ഓയിൽ, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ലൈം ജ്യൂസ് പുളിക്ക് വേണ്ടിയിട്ട്, എഗ് വൈറ്റ് ഒരു ബൈൻഡിങ്, സോൾട്ട് ടു ടേസ്റ്റ് എന്ന് പറയാം. അഗൈൻ സെയിം കറിവേപ്പില തന്നെ കുറച്ചും കൂടെ ഇതിലേക്ക് ആക്കുക. പിന്നെ അതിന് കോട്ടിങ്ങും അതേപോലെ തന്നെ മസാല വിട്ടുപോയിരിക്കാനും പോരാത്തതിനൊരു ക്രിസ്പിനെസ്സും ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അപ്പത്തിൻ്റെ പൊടി, റൈസ് പൗഡർ സെയിം വേയിൽ തന്നെ നമ്മൾ മുമ്പ് ചെയ്തിരുന്ന റെഡ് മാരിനേഷന് പകരം വേറൊരു മാരിനേഷൻ. നമ്മൾ രണ്ടാമത്തെ മസാല റെഡി ആയി കഴിഞ്ഞു. അതിൽ ടർമറിക് ബേസ് ആയിട്ടുള്ള സിമ്പിൾ മസാല, പക്ഷേ ടേസ്റ്റോ അതിനെക്കാട്ടും എത്രയോ മുകളിലും. ഓക്കെ, അതിന് നമുക്ക് ഇതിൻ്റെ മൂന്നാമത്തെ മസാലയിലേക്ക് കൊണ്ടുപോകാം. ഈ ഫസ്റ്റ് രണ്ട് തന്നതിൽ നിന്നും വളരെ വ്യത്യാസമുള്ളൊരു രീതിയിലേക്ക് വരുന്നുണ്ട്. അത് ഇതിൽ മാരിനേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ജിഞ്ചർ, ഗാർലിക്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില, ഇത് 4 സാധനത്തിനെയും കൂടെ ഫൈൻ പേസ്റ്റ് ആക്കുക. ഞാൻ ഓൾറെഡി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. പച്ചമുളകും കരിവേപ്പിലയും വരുമ്പോൾ എന്താ വെച്ചാൽ ഇതിന് ആ കളറ് പച്ച നിറത്തിലേക്ക് അങ്ങോട്ട് നിൽക്കും. വീണ്ടും ലൈം ജ്യൂസ് ഒഴിക്കുക, പുളി, കുറച്ചുകൂടെ കോക്കനട്ട് ഓയിൽ, സെയിം ആസ് എഗ് വൈറ്റ് ബൈൻഡ് ചെയ്ത് പിടിച്ച് വെക്കാൻ വേണ്ടി എഗ് വൈറ്റ്, റൈസ് പൗഡർ, കുറച്ചും കൂടെ എരിവ് വേണമെന്ന് തോന്നലാണെങ്കിൽ കുറച്ചും കൂടെ പെപ്പർ നമുക്ക് ആഡ് ചെയ്യാം, ഫ്രഷ് പെപ്പർ ആഡ് ചെയ്യാം. ഇത് വന്നു. പിന്നെ ഇതിനെപ്പോഴും ഒരു ഗ്രീൻ ഫീലിംഗ് ആണ് വരുന്നത്. അപ്പം സാധാരണ വേണമെങ്കിൽ വീട്ടിൽ പൊതിന് മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ഇടാം, മിൻറ്റ് ഉണ്ടെങ്കിൽ കുറച്ച് മിൻറ്റ് ഇടാം. പിന്നെ ഇതിൻ്റെ കളർ ലോസ് ആവാത്ത രീതിയിൽ നമ്മളുടെ മെഡിസിൻ ആഡ് ചെയ്യാം, അതായത് മഞ്ഞൾപ്പൊടി വന്നു, സോൾട്ട്, കുറച്ചും കൂടെ വാളംപുളി കലക്കിയത് ഒഴിക്കണം. എരിവ് ഏകദേശം നമുക്ക് ആ 3 മിക്സിങ്ങിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനെയും ബാക്കി 2 നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ഇതാക്കിയ ഫ്രീസറിൽ വെച്ചു. സെയിം ടൈം ഇതിനെ അങ്ങോട്ട് വെക്കുക. ഒരു ഹാഫ് ആൻ അവർ കൂടെ ഇതിന് ഫ്രീസറിൽ. ഓക്കെ, നമുക്ക് ഇനി ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. നമ്മളുടെ ഫിഷെല്ലാം നമ്മൾ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ട്. കേരള അതിനെ കൊണ്ട് കോക്കനട്ട് ഓയിലാണ് ഞാൻ ചെയ്യുന്നത്. ഓയിൽ ഹീറ്റാക്കുക, 2 കഷ്ണം കരിവേപ്പില ഇടുക, ആദ്യം നമുക്ക് ഫസ്റ്റ് ചെയ്ത കേരള റെഡ് മസാലയിലേക്ക് പോവാം. പിന്നെ ഇത് ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഐക്കൂറയുടെ ഏറ്റവും പ്രത്യേകിച്ചാൽ അതിൻ്റെ മീറ്റ് ഒരു ബുക്ക് പോലെയാണ്, നല്ല കട്ടിയുള്ള കടലാസുള്ള ഒരു ബുക്ക് പോലെയാണ് നിൽക്കുന്നത്. അതായത് ഓരോ ലേയേഴ്സ് ആയിട്ട്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കുക്കിംഗ് ആയോ എന്നുള്ളത് ജസ്റ്റ് വേണമെങ്കിൽ നമ്മൾ നോക്കിയാൽ തന്നെ ഒരു പേജ് മറിച്ച് നോക്കിയാൽ അറിയാമെന്ന് പറയുന്ന പോലെ തന്നെ ഇതിനകത്തും നമുക്ക് കാണാൻ പറ്റും. ഓൾമോസ്റ്റ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇൻസൈഡ് മീറ്റ് ഒരു കറക്റ്റ് വൈറ്റ് കളർ എത്തുന്നതാണ് നമ്മളുടെ കുക്കിംഗ് എന്നുള്ളത്.
അതായത് അതിൽ റെഡ് കളർ കുറച്ച് അങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം സ്റ്റിൽ അതിനകത്ത് ബ്ലഡോ അല്ലെങ്കിൽ അങ്ങനത്തെ ലിക്വിഡ് കണ്ടന്റ് ഉണ്ടെന്നാണ് പറയുക. ഇവിടെ നമ്മളുടെ ഫിഷ് ഒന്നാം ഘട്ടം ഏകദേശം മുളക് പൊടിയുടെ മാരിനേഷൻ കൊടുത്തിട്ടുള്ള ഒരു ജനറൽ നോർമൽ ഇവിടെ കിട്ടുന്ന സാധാരണ ഫിഷ് ഫ്രൈ ഒരു ദോശക്കല്ലിലോ അല്ലെങ്കിൽ തവ ഫ്രൈനോ ഉള്ള ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നത്. വലിയൊരു കോംപ്ലിക്കേഷൻസ് ഒന്നും ഇതിൽ ഞാൻ കാണുന്നില്ല. ആർക്കും വേണം ട്രൈ ചെയ്യാം. അടുത്ത് നമുക്ക് രണ്ടാമത് മാരിനേറ്റ് ചെയ്ത ഫിഷിൻ്റെ ഇതിലേക്ക് നമുക്ക് കടക്കാം. നല്ല മസാല കോട്ടിങ് കൊടുക്കുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഫിഷിൻ്റെ ഫ്രൈ മാത്രം വേണേൽ നമുക്കൊരു ചോറും കൂട്ടി കഴിക്കാൻ പറ്റും. അതായത് ഒരു ഗ്രേവി തരുന്നതിൻ്റെ എഫക്റ്റ് ഇതിൻ്റെ മസാലയ്ക്ക് തരാൻ പറ്റും. ഓക്കെ, നമ്മളുടെ രണ്ടാമത്തെ ഫിഷ് ഫ്രൈ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നമുക്ക് മൂന്നാമത്തെ മസാലയിലേക്ക് പോവാം. പച്ച ഒരു ഗ്രീൻ മസാലയിലേക്ക്. വേണമെങ്കിൽ ഒരു ഫ്ലേവറിന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 2 കഷ്ണം മല്ലിയിലയോ അല്ല പുതിനയിലയോ മല്ലിയിലയോ ചെയ്യാം. നമ്മളെ മീറ്റ് കുക്കായിട്ടുണ്ട്. ഫിഷ് നമുക്കിതിനെ പാത്രത്തിലേക്ക് മാറ്റാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മൂന്ന് മാരിനേഷനാണ് നമ്മൾ തന്നിരിക്കുന്നത്. എല്ലാവർക്കും സുഖമായിട്ട് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അതിലുമുപരി എന്നുള്ളത് ടേസ്റ്റ് നമ്മളാണ് തീരുമാനിക്കേണ്ട ആൾ. കഴിക്കുന്ന ആളാണ് അതിൻ്റെ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്താണോ ടേസ്റ്റ് ഉള്ളത് അതിലേക്ക് പോരുക. റോങ് ഇക്വേഷൻ ആവാണ്ടിരുന്നാൽ മതി. അതായത് ആസിഡും ആൽക്കലും ഒരുമിച്ച് കഴിച്ചാൽ വയറ് കേടാവുന്നുള്ളതല്ല. പക്ഷേ ഏകദേശം ബേസുകൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ധൈര്യത്തിൽ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ടേസ്റ്റുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതാണ്. അതിനകത്ത് ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു 3 കാണിച്ചു. ധൈര്യമായിട്ട് നിങ്ങൾക്ക് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കാം. നല്ലതായിരിക്കും, എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. നമസ്കാരം. ദൈവം തന്ന ദാനങ്ങളിൽ ഏറ്റവും സവിശേഷമായൊരു ദാനമാണ് കാഴ്ചശക്തി എന്നുള്ളത്. കാഴ്ചശക്തി ഇല്ലാതെ വരുമ്പോഴാണ് കണ്ണിൻ്റെ വിലയെക്കുറിച്ച് നാം മനസ്സിലാക്കുക. ഒരു വ്യക്തിയുടെ ജീവിത സാഹചര്യം എന്താണെന്ന് വ്യക്തമാകാൻ അയാളുടെ കണ്ണുകൾ നോക്കിയാൽ മനസ്സിലാവും. സന്തോഷമാണോ വിഷമമാണോ ക്ഷീണമാണോ എന്നൊക്കെ ആ കണ്ണുകളിലൂടെ നമുക്ക് മനസ്സിലാകും. മനസ്സിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് കണ്ണുകൾ. ഇന്ന് നമ്മോടൊപ്പമുള്ളത് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ നേത്രവിദഗ്ധനായ ഡോക്ടർ മാത്യു ജെയിംസ് ആണ്. കണ്ണുകളുടെ സംരക്ഷണത്തെക്കുറിച്ചും കണ്ണുകളെ ബാധിക്കുന്ന അസുഖങ്ങളെക്കുറിച്ചും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് അറിയാം. സ്വാഗതം ചെയ്യാം ഡോക്ടറെ ഈ പ്രോഗ്രാമിലേക്ക്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, പലപ്പോഴും കണ്ണുകളുടെ ഒരു സംരക്ഷണം വലിയൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും കൊച്ചു കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ വളരെയധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് കണ്ണിന് എന്തെങ്കിലും വൈകല്യമുണ്ട് എന്ന് നമ്മൾക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? ഒരു കൊച്ചു കുഞ്ഞിന്
കണ്ണിലെ വൈകല്യങ്ങൾ വരുമ്പോൾ അതിന് നമ്മൾ ഞാൻ മൂന്നായിട്ട് തരംതിരിക്കാൻ ഉദ്ദേശിക്കുന്നു. ഒന്ന് മൈൽഡായിട്ട് ചെറിയ രീതിയിൽ ചെറിയ തോതിലുള്ള ഒരു കാഴ്ചക്കുറവ്, അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ളൊരു കാഴ്ചക്കുറവ്, അല്ലെങ്കിൽ ഒരു ഇടത്തരമായിട്ടുള്ള കാഴ്ചക്കുറവ്. സിവിയർ ആയിട്ടുള്ളൊരു കാഴ്ചക്കുറവുള്ള ഒരു കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം കൊച്ചിന് നമുക്കറിയാവുന്ന പോലെ ഒരു 3 months അല്ലെങ്കിൽ ഒരു 4 months ആകുമ്പോഴേക്കും കൊച്ച് അമ്മേനെ റെക്കഗ്നൈസ് ചെയ്ത് സ്മൈൽ ചെയ്യാൻ തുടങ്ങും. കൊച്ച് അമ്മ വരുമ്പോൾ തന്നെ അമ്മേനെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഉള്ള ആക്ടിവിറ്റീസ് കുറയുന്നൊരവസ്ഥ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊച്ചിൻ്റെ കാഴ്ചയിൽ എന്തൊരു വൈകല്യമുണ്ട്. ഒരു ഇടത്തരം കാഴ്ചക്കുറവാണ്, മോഡറേറ്റ് എമൗണ്ട് ഓഫ് കാഴ്ചക്കുറവാണെങ്കിൽ നമുക്ക് കൊച്ചിൻ്റെ മറ്റുള്ള ആക്ടിവിറ്റീസ് നമുക്കറിയാം. കൊച്ചൊരു 9 months ആകുമ്പോഴേക്കും 9 മാസം ആകുമ്പോഴേക്കും കൊച്ചിന് താഴെയുള്ള തരി പറക്കാനൊരു ടെൻഡൻസി കാണിക്കുന്നു. അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങൾ കൊടുക്കുമ്പോൾ അതിനോട്ട് അപ്രോച്ച് ചെയ്ത് അത് പിടിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ആ ഉള്ള ആക്ടിവിറ്റീസ് കുറയുന്നത് കൊച്ചിൻ്റെ പ്ലേഫുൾനെസ് ആണ്, കൊച്ചിൻ്റെ കളിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൊച്ച് പ്ലേഫുൾ അല്ല. കൊച്ച് നമ്മൾ ഒരു കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കുന്നു, ഒരു ലൈറ്റുള്ളൊരു കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കുന്നു, അതിനൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം കൊച്ചിന് മറ്റൊരു വൈകല്യം ഉണ്ടെന്ന്. പക്ഷെ പലപ്പോഴും പല പാരൻസും കുട്ടികൾക്ക് കാഴ്ച വൈകല്യം ഉണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു 3-4 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും. ഇങ്ങനെ വൈകി പോകുന്നത് കുട്ടികളുടെ കാഴ്ച വീണ്ടും തിരിച്ചെടുക്കാനുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമാകുന്നുണ്ട്? കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൊച്ചിന് ഒരു കണ്ണിന് കാഴ്ച കുറച്ച് സ്വല്പം ഉണ്ട്, മറ്റേ 2 കണ്ണും തമ്മിൽ ഒരു ഇൻഈക്വാലിറ്റി, രണ്ടും ഒരേപോലെയല്ല കാഴ്ചക്കുറവ്. ഒരു കണ്ണിന് കുറച്ചും കൂടെ കാഴ്ച കൂടുതലുണ്ട്, അതുകൊണ്ട് കൊച്ചിന് അത്യാവശ്യം ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒരു കണ്ണിന് കുറച്ച് പവർ കുറവാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ കണ്ണിന് കാഴ്ച കുറവുള്ളത് മാതാപിതാക്കൾ ശ്രദ്ധിക്കാതെ പോയി, അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ വൈകിപ്പോയി. ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്ന് കൊച്ച് ഒരുപക്ഷെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാകുമ്പോഴായിരിക്കും യൂഷ്വലി നമ്മൾ സ്കൂളിൽ സ്ക്രീനിങ് ക്യാമ്പ് വരുമ്പോഴാണ്. LKG UKG പൊതുവെ സ്ക്രീനിങ് ക്യാമ്പ്സ് അത്രയും വരാറില്ല. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ എത്തുമ്പോഴാണ് ഒരു സ്ക്രീനിങ് ക്യാമ്പായിട്ട് ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യാവുന്നതും. അത് പലപ്പോഴും ആ സമയത്താണ് അപ്പനമ്മമാർ നമ്മളത് മനസ്സിലാക്കുകയും കൊച്ചിനെ ടെസ്റ്റിന് വേണ്ടി കൊണ്ടുവരികയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കണ്ണിന് കാഴ്ച കുറവും മറ്റേ കണ്ണിന് കാഴ്ച കുറച്ചും കൂടി കൂടുതലുള്ള ഒരു അവസ്ഥയിൽ പലപ്പോഴും നമ്മൾ മാതാപിതാക്കളും വിട്ട് ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. അത് മാതാപിതാക്കളെയും ശ്രദ്ധയില്ലായ്മ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ. ഇപ്പോൾ എൻ്റെ സ്വന്തം കൊച്ചിനാണെങ്കിൽ പോലും ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ വൈകി പോകാൻ ശ്രദ്ധിച്ചില്ല എന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതെങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പ്രോബ്ലി ഒരു LKG UKGയിലാവുമ്പോഴാണെങ്കിലും ഒരു കൊച്ചിന് ഒരു ടെസ്റ്റിംഗ്, ഒരു സിംഗിൾ വിസിറ്റ് ഒരു ഒഫ്താൽമോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നതിനകത്ത് ഒരു തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മളൊരു ബേസിക് എക്സാമിനേഷൻ എങ്കിലും നമ്മൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. കൊച്ചിൻ്റെ പവർ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കണ്ണുകളെ ബാധിക്കുന്ന പ്രധാന അസുഖങ്ങളെക്കുറിച്ചും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമൊക്കെ ഡോക്ടർ വളരെ വിശദമായി തന്നെ പറയുകയുണ്ടായി. ഇനിയും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അടുത്തയാഴ്ച കാണാൻ മറക്കരുത്. നന്ദി, നമസ്കാരം. ചന്ദ്രലേഖയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം പതിവ് പോലെ ഞങ്ങളെ എഴുതി അറിയിക്കുക. പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ.